ഹായ് കുഞ്ഞുങ്ങളെ, നമ്മൾ എത്ര നാളായി കണ്ടിട്ട്? എല്ലാരും കളിക്കാറുണ്ടോ? കൂട്ടുകാർക്കൊപ്പം കളിക്കാറുണ്ടോ? പറ്റുന്നില്ലല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ കാരണം എന്താണെന്ന്. എല്ലാവർക്കും പാഠപുസ്തകം കിട്ടിയോ? ഒരു തവണയെങ്കിലും വായിച്ചു നോക്കിയോ പാഠപുസ്തകം? മിടുക്കൻ. എന്നാൽ പറഞ്ഞേ, ആദ്യത്തെ പാഠത്തിന്റെ പേരെന്താന്ന്? എന്താ? ഉറക്കെ പറഞ്ഞേ. എൻ്റെ ശരീരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തെ കുറിച്ചാണ്. നിങ്ങൾ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇനി എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്നൊന്ന് പറഞ്ഞേ, ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കെ പറഞ്ഞേ. ശരീരം വിയർക്കും. പിന്നെന്താണ് മാറ്റം ഉണ്ടാകുന്നത്? ചൂട് അനുഭവപ്പെടും. ഓക്കെ, ഇനി ആർക്കെങ്കിലും അറിയാവോ? അന്ന് ടീച്ചർ ഒന്ന് പറയട്ടെ, എല്ലാ ഓർഡർ അനുസരിച്ച്. എല്ലാരും ശ്രദ്ധിച്ചിരുന്നേ. ശരീരോഷ്മാവ് കൂടും, പൾസ് റേറ്റ് വർദ്ധിക്കും, ഹൃദയമിടിപ്പ് കൂടും, വിയർപ്പുണ്ടാകും, തളർച്ചയുണ്ടാകും, കിതപ്പും അനുഭവപ്പെടും. അല്ലേ? ഒന്നുകൂടി ടീച്ചർ പറയട്ടെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ശരീരോഷ്മാവ് കൂടും, പൾസ് റേറ്റ് വർദ്ധിക്കും, ഹൃദയമിടിപ്പുണ്ടാകുന്നു, വിയർപ്പുണ്ടാകുന്നു, തളർച്ച അനുഭവപ്പെടുന്നു, കിതപ്പ് അനുഭവപ്പെടുന്നു. കേട്ടല്ലോ എല്ലാവരും? മനസ്സിലായോ ടീച്ചർ പറഞ്ഞത്? നിങ്ങൾ സ്കൂളിലോ വീട്ടിലോ മറ്റെവിടെയെങ്കിലും ഓടുകയോ ചാടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലേ? നിങ്ങളുടെ ശരീരത്തിൽ മുമ്പ് പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇനി എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അറിയണ്ടേ? നിങ്ങൾ ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുമ്പോൾ നിരവധി രാസപ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു. ഈ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഫലമായി ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ശരീരം പ്രവർത്തനക്ഷമമാകുന്നു. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇനിയും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? മാറ്റം ഉണ്ടാകുന്നില്ലേ? ഇപ്പം നമുക്കതൊരു വർക്ക്ഷീറ്റിലൂടെ നോക്കിയാലോ? എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നൊരു വർക്ക്ഷീറ്റ് തയ്യാറാക്കി നോക്കിയാലോ? അപ്പോൾ എല്ലാവരും ഒരു പേപ്പറും പെൻസിലും എടുത്തേ. ഇനി ടീച്ചർ ഇവിടെ വരച്ചേക്കുന്ന പോലെ നിങ്ങളും ഒന്ന് വരച്ചെടുത്തേ. 4 കോളമാണ് ടീച്ചർ ഈ വർക്ക്ഷീറ്റിൽ വരച്ചിരിക്കുന്നത്. കണ്ടല്ലോ? വരച്ച എല്ലാരും? ഇനി ടീച്ചർ ആദ്യത്തെ കോളത്തിൽ എന്താണ്? ആദ്യം ഒരു ചെറിയ കോളം, പിന്നെ വലിയ കോളം, പിന്നീട് 2 ചെറിയ കോളം. ഇനി ആദ്യത്തെ ചെറിയ കോളത്തിൽ എന്താണ്? ക്രമനമ്പർ. ക്രമനമ്പർ എന്നെല്ലാവരും എഴുതിക്കേ. ആദ്യത്തെ ചെറിയ കോളത്തിൽ ക്രമനമ്പർ. രണ്ടാമത്തെ കോളത്തിൽ ശാരീരിക പ്രവർത്തനങ്ങൾ എഴുതിയോ? മൂന്നാമത്തെ കോളത്തിൽ മത്സരത്തിന് മുമ്പ്. ഈ 4ാം കോളത്തിൽ മത്സരത്തിന് ശേഷം. ഓക്കെ, എല്ലാരും എഴുതിയോ? ഇനി പേന താഴെ വെച്ച് എല്ലാരും. എന്നിട്ട് ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചിരുന്നേ. ഇനിയും നിങ്ങളുടെ വെറുതെ ഇരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്നാണ് നിങ്ങൾ ഈ വർക്ക്ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ടത്. അതായത് മത്സരത്തിന് മുമ്പ് എന്ന കോളത്തിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. അത് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നിട്ട് വേണം അത് രേഖപ്പെടുത്താൻ. നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. ചൂട്, നിങ്ങൾക്ക് വെറുതെ ഇരുന്നപ്പോൾ ചൂട് അനുഭവപ്പെട്ടോ?
ഇല്ല. വേഗത്തിൽ ശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അല്ലേ? തളർച്ച ഉണ്ടായോ? അതുമില്ല. ക്ഷീണം അനുഭവപ്പെട്ടോ? ക്ഷീണം അനുഭവപ്പെട്ടില്ല. അപ്പൊ നമ്മുടെ വർക്ക്ഷീറ്റിൽ നമുക്ക് ഇനി അത് ആൻസർ ചെയ്യണ്ടേ? മത്സരത്തിന് മുമ്പ് നിങ്ങൾക്ക് ഇതെല്ലാം അനുഭവപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തണ്ടേ? അപ്പോൾ എല്ലാവരും പേന എടുത്ത് ഇനിയും ടീച്ചർ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ വർക്ക്ഷീറ്റിൽ എഴുതണം. ഓക്കെ. ഒന്നാമത് എന്താണ്? ചൂട് അനുഭവപ്പെട്ടു. ഓക്കെ. ചൂട് അനുഭവപ്പെട്ടോ? ഇല്ല. അപ്പൊ വർക്ക്ഷീറ്റിൽ ആ കോളത്തിൽ ഇല്ല എന്ന് എഴുതണം. ഇനി രണ്ടാമതായിട്ട് വേഗത്തിൽ ശ്വസിക്കാൻ കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? അവിടെ ഇല്ല എന്ന് എഴുതിക്കേ. ഇനിയും മൂന്നാമത്തെ എന്താ? തളർച്ച അനുഭവപ്പെട്ടോ? തളർച്ച അനുഭവപ്പെട്ടില്ല. ഓക്കെ, അതും ഇല്ലാന്ന് എഴുതിക്കേ. ക്ഷീണം അനുഭവപ്പെട്ടോ? അതുമില്ല. അപ്പോൾ അതും ഇല്ലാന്ന് എഴുതിക്കേ. ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, അതെല്ലാം എഴുതിയതെല്ലാം കറക്റ്റ് ആണോ എന്ന്. നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കിയോ? എല്ലാവരുടെ ആൻസർ ഒന്ന് തന്നെയല്ലേ? ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ലേ? എന്നാൽ മത്സരത്തിന് ശേഷം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് നമുക്കറിയണ്ടേ? നമുക്കൊരു കളിയിലൂടെ നോക്കിയാലോ? എല്ലാവർക്കും കളിക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും കളിക്കാനൊക്കെ ഇഷ്ടമല്ലേ? എങ്കിൽ നമുക്ക് ഒരു കളിയിലൂടെ ചെയ്ത് നോക്കാം. ഒക്കെ റെഡിയല്ലേ എല്ലാവരും? അപ്പോൾ ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് എല്ലാവരും. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ നല്ല നിരപ്പുള്ള സ്ഥലത്തോ ഒക്കെ ഈ കളി കളിക്കാവുന്നതാണ്. അപ്പോൾ കളിസ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ഇതിന് കാരണം? നല്ല കളിസ്ഥലങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞേ, നമുക്ക് പരിക്കുകൾ പറ്റുമില്ലേ? അപ്പം കളിസ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നല്ല കളിസ്ഥലങ്ങൾ ആയിരിക്കണം. അതായത് നിരപ്പുള്ളത് ആയിരിക്കണം, വഴുവഴുപ്പുള്ളതും ചരൽക്കുഴികളുള്ളതും വെള്ളക്കെട്ടുള്ളതും നമ്മൾ തിരഞ്ഞെടുക്കില്ല. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വേണം നമ്മൾ കളിസ്ഥലം തിരഞ്ഞെടുക്കേണ്ടത്. ഇനി കളി എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന കളിയുടെ പേരാണ് ഷട്ടിൽ റിലേ. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇനി അതെങ്ങനെയാണ് കളിക്കുന്നതെന്ന് പറയണ്ടേ? അത് നിങ്ങൾക്ക് കളിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അനിയന്മാരെയോ ചേച്ചിമാരെയോ ചേട്ടന്മാരെയോ ഒക്കെ ഉൾപ്പെടുത്തുക ഈ കളിയിൽ, കേട്ടോ? അപ്പോൾ ഈ കളിയിൽ നമ്മൾ ആദ്യം 2 വര വരയ്ക്കും. ആദ്യത്തെ വര സ്റ്റാർട്ടിംഗ് ലൈൻ, അതിനോട് അഭിമുഖമായിട്ട് ഒരു വര കൂടെ വരയ്ക്കും. അതെന്താണ്? ഫിനിഷിംഗ് ലൈൻ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്നിട്ട് നമ്മൾ ഒരാൾ നമുക്ക് വിസിൽ ചെയ്യില്ലേ? അതിന് ഒന്നിലൊരു വിസിലാകാം, അല്ലെങ്കിൽ ഒരു ക്ലാപ്പ് ആകാം. ഈ സിഗ്നൽ കേട്ടിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് ഫിനിഷിംഗ് ലൈനിലേക്ക് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് സിഗ്നൽ തരാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. നിങ്ങൾ സ്റ്റാർട്ടിംഗ് ലൈനിൽ വിസിൽ കേട്ടാൽ ഉടനെ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് ഫിനിഷിംഗ് ലൈനിലേക്ക് ഓടുക. ഫിനിഷിംഗ് ലൈനിൽ എത്തിയതിന് ശേഷം ആ ഫിനിഷിംഗ് ലൈനിൽ ടച്ച് ചെയ്യണം. അത് കൈകൊണ്ട് തന്നെയാവണം ടച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് വീണ്ടും ഓടി സ്റ്റാർട്ടിംഗ് ലൈനിൽ എത്തുക. വീണ്ടും ഫിനിഷിംഗ് ലൈനിലേക്ക് ഓടുക. ഇത് 1 2 3 പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ 2 പേര് 3 പേര് കൂടി ആവർത്തിച്ച് സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് വിസിൽ കേട്ട ഉടനെ ഫിനിഷിംഗ് ലൈനിൽ ചെല്ലുന്നു. ഫിനിഷിംഗ് ലൈനിൽ നേരെ തിരിച്ച് വീണ്ടും സ്റ്റാർട്ടിംഗ് ലൈനിൽ എത്തുന്നു. ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കും.
അല്ലേ? ഇത് 1-2 തവണ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേണം നമുക്ക് റിലാക്സ് എടുക്കാൻ വേണ്ടി മാറി നിൽക്കാവുന്നതാണ്. മനസ്സിലായ കളി? ഇതിന്റെ പേരെന്താണെന്ന് ടീച്ചർ പറഞ്ഞത്? ഷട്ടിൽ റിലേ. അതായത് സിഗ്നൽ സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്നും ഫിനിഷിംഗ് ലൈനിൽ ഓടിയെത്തുക, അവിടെ ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റാർട്ടിംഗ് ലൈനിൽ എത്തുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചേ, നമുക്ക് പഴയ വർക്ക്ഷീറ്റിലേക്ക് ഒന്നുകൂടെ പോയാലോ? അത് പൂരിപ്പിക്കണ്ടേ? മത്സരത്തിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായോ എന്നറിയണ്ടേ? എന്തെങ്കിലും ഈ കളി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടായോ? എന്ത് മാറ്റമാണ് ഉണ്ടായത്? ചൂട് അനുഭവപ്പെട്ടോ? ശരീരം വിയർത്തു അല്ലേ? ചൂട് അനുഭവപ്പെട്ടു, ശരീരം വിയർത്തു. നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടി ഇല്ലേ? ഹൃദയം ഇടിക്കുന്നുണ്ടല്ലേ? അപ്പൊ നമുക്ക് പല മാറ്റങ്ങളാണ് നമ്മൾ ഒരു കായിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിവിധതരം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി. ഇനി നമുക്ക് ആ വർക്ക്ഷീറ്റ് പൂരിപ്പിക്കണ്ടേ? എല്ലാവരും വീണ്ടും പേപ്പറും പേനയും ഒന്ന് എടുത്തേ. വർക്ക്ഷീറ്റിലെ ലാസ്റ്റ് കോളമാണ് നമ്മൾ ഇനി പൂരിപ്പിക്കാൻ പോകുന്നത്. മത്സരത്തിന് ശേഷം നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെട്ടോ? അനുഭവപ്പെട്ടു. അപ്പം ഉണ്ട് എന്ന കോളം, ആ കോളത്തിൽ നമ്മൾ ഉണ്ടെന്ന് എഴുതണം. വേഗത്തിൽ ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതും ഉണ്ട്. ടിക്ക് ചെയ്തോ നിങ്ങൾ? അടുത്തത് തളർച്ച അനുഭവപ്പെട്ടോ? തളർച്ച അനുഭവപ്പെട്ടു, അതും ടിക്ക് ചെയ്തേ. ക്ഷീണം തോന്നിയോ? ക്ഷീണം അനുഭവപ്പെട്ടു, എന്നാ അതും ടിക്ക് ചെയ്തേ. എല്ലാരും എഴുതിയോ? എഴുതി. ഇനി പേപ്പറും പേനയൊക്കെ താഴെ വെച്ചേ. ഇപ്പൊ ടീച്ചർ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളൊരു കായിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ധാരാളം മാറ്റങ്ങളുണ്ടായി. നമ്മുടെ ശരീരത്തിൽ വിയർപ്പുണ്ടായി, വേഗത്തിൽ ശ്വസിക്കാൻ പറ്റുന്നു, ഹൃദയമിടിപ്പുണ്ടായി, തളർച്ച അനുഭവപ്പെട്ടു, ക്ഷീണം അനുഭവപ്പെട്ടു അല്ലേ? നമ്മൾ മുമ്പേ പറഞ്ഞു, കായിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഹൃദയമിടിപ്പുണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്താണ് ഹൃദയമിടിപ്പായിട്ട് നമ്മൾ അനുഭവപ്പെടുന്നത്? എങ്ങനെയാണ് ഹൃദയമിടിപ്പ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടുണ്ടാകുന്ന ഇടിപ്പാണ് നമ്മൾ ഹൃദയമിടിപ്പായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ലേ? നമുക്ക് എപ്പോഴും അനുഭവപ്പെട്ടെ? കായിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ അനുഭവപ്പെട്ടേ ഇല്ലേ? നിങ്ങൾ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഹൃദയമിടിപ്പുണ്ടായിരുന്നു. പക്ഷേ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പും കായിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ശേഷവും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? കായിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിന് ശേഷം നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടി. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? എങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചേ, ടീച്ചർ പറയട്ടെ. നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു അവയവമാണ് ഹൃദയം. നമ്മുടെ ശരീരത്തിൽ ജീവനുള്ളത്രയും കാലം ഇത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ 4 അറകളുണ്ട്. ഈ അറകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വാൽവുകളും കാണപ്പെടുന്നു. ഹൃദയത്തിൽ നിന്ന് എത്തുന്ന രക്തം ഈ അറകളിൽ നിന്ന് അറകളിലേക്ക് വാൽവുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രക്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാൽവുകളിലേക്ക് എത്തുന്ന രക്തത്തിൻ്റെ ഒഴുക്ക്, തിരികെയുള്ള ഒഴുക്ക് തടയാനായി വാൽവുകൾ അടയുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്, ഈ വാൽവുകൾ അടയുമ്പോൾ കേൾക്കുന്ന ശബ്ദമാണ് നാം ഹൃദയമിടിപ്പായിട്ട് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ ശരീരത്തിൽ ഹൃദയമിടിപ്പിൻ്റെ അളവ് കൂടുന്നു അല്ലേ? അപ്പോൾ ഹൃദയമിടിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നാൽ ഹൃദയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഹൃദയത്തിൻ്റെ വലിപ്പം എത്രയുണ്ട് നിങ്ങൾക്കറിയാമോ? ഇല്ല. എന്നാൽ എല്ലാവരുടെയും കൈ ഒന്ന് ചുരുട്ടി നോക്കിയേ. ചുരുട്ടി പിടിച്ച ഇങ്ങനെ
ആ അപ്പോൾ അത്രയും വലിപ്പം നമ്മുടെ കൈ ചുരുട്ടി പിടിച്ച് അത്രയും വലിപ്പം ഉണ്ടാകുകയുള്ളൂ നമ്മുടെ ഹൃദയത്തിന്. ഇപ്പം മനസ്സിലായോ? അതായത് ആരോഗ്യവാനായ ഒരാളുടെ ഹൃദയത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അവൻ്റെ മുഷ്ടിയോളം ആയിരിക്കും. ഇനി ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്രയാണെന്ന് അറിയണ്ടേ? ഒരാളുടെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് മിനിറ്റിൽ 60നും 100നും ഇടയിലായിരിക്കും. ഇപ്പം മനസ്സിലായോ? ഹൃദയത്തിൻ്റെ വലിപ്പം, ഹൃദയം ഒരു മിനിറ്റിൽ എത്ര തവണയാണ് ഇടിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഇനിയും നിങ്ങളുടെ ഒരു മിനിറ്റിൽ നിങ്ങളുടെ ഹൃദയം എത്ര തവണ ആണ് ഇടിക്കുന്നത്, അതായത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് അറിയാനായിട്ട് ടീച്ചർ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. അതായത് 220-ൽ നിന്ന് നിങ്ങളുടെ വയസ്സ് കുറയ്ക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 10 വയസ്സായെന്ന് കരുതിക്കോളൂ. അപ്പോൾ 220-ൽ നിന്ന് 10 കുറയ്ക്കുക. എത്ര കിട്ടി? 210. അതായിരിക്കും നിങ്ങളുടെ ഹൃദയമിടിപ്പായി കണക്കാക്കുന്നത്. എങ്കിൽ എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കിയേ. 220-ൽ നിന്ന് അവനവൻ്റെ വയസ്സ് എല്ലാവരും കുറച്ചേ. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 10 വയസ്സായെന്ന് കരുതിക്കോളൂ. അപ്പോൾ 220-ൽ നിന്ന് 10 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 210. അതാണ് നിങ്ങളുടെ ഒരു മിനിറ്റിലുള്ള ഹൃദയമിടിപ്പെന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടുതലാകുന്നത്? കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ രക്തം ആവശ്യമായി വരുന്നു ഹൃദയത്തിൽ നിന്നും. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് എത്തുന്ന രക്തത്തിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുകയും വേഗത്തിലാവുകയും ചെയ്യുന്നു. അപ്പോൾ വാൽവുകളുടെ പ്രവർത്തനം വേഗത്തിലാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഹൃദയമിടിപ്പിൻ്റെ അളവ് വർദ്ധിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ എങ്ങനെയാണ് ഹൃദയമിടിപ്പ് കൂടുന്നത് നമുക്ക് മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ ഹൃദയമിടിപ്പിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഹൃദയമിടിപ്പ് നമുക്ക് അനുഭവപ്പെട്ടതുപോലെയാണ് നമ്മൾ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് പൾസിൻ്റെ നിരക്കും കൂടുന്നു ഇല്ലേ? അപ്പോൾ എന്താണ് പൾസ് എന്നറിയണ്ടേ? നമ്മുടെ ഹൃദയം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ കുറഞ്ഞ തോതിൽ ഇടവിട്ടാണ് രക്തം പമ്പ് ചെയ്യുന്നത്. അപ്പോൾ മഹാധമനികളും അനുബന്ധ ധമനികളും വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തരംഗ ചലനത്തെയാണ് പൾസ് എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഇന്നിവിടെ പറയട്ടെ. നമ്മുടെ ഹൃദയം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു കുറഞ്ഞ തോതിലുള്ള ഇടവേളയിട്ടാണ് രക്തം പമ്പ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇടവേളയിട്ട് ചെയ്യുമ്പോൾ മഹാധമനികളും അനുബന്ധ ധമനികളും അടയുന്നു, വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ഇപ്രകാരം ഉണ്ടാകുന്ന ചുരുങ്ങലും വികാസവും കൊണ്ടുണ്ടാകുന്ന തരംഗ ചലനത്തെയാണ് പൾസ് എന്ന് പറയുന്നത്. സാധാരണയായി ഹൃദയമിടിപ്പും നാഡീസ്പന്ദനവും രണ്ടാണെങ്കിലും ആരോഗ്യവാനായ ഒരാളുടെ ഹൃദയമിടിപ്പും നാഡീസ്പന്ദനവും തുല്യമായിരിക്കും, ഒരുപോലെ ആയിരിക്കും ഇല്ലേ? ഇനി എങ്ങനെയാണ് പൾസ് നോക്കുന്ന അറിയണ്ടേ? ആർക്കെങ്കിലും അറിയാമോ? ആരാണ് ഇതൊക്കെ നോക്കാറുള്ളത്? നമ്മൾ എപ്പോഴാണ് പൾസ് നോക്കാറുള്ളത്? നമ്മൾ പനിയോ ചുമയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആരാ നോക്കാറുള്ളത്? ഡോക്ടർ അല്ലേ? അപ്പം നമ്മൾ പനിയോ ചുമയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തും ദേഹത്തൊക്കെ ശരീരത്തിൽ പുറത്തുമൊക്കെ വെച്ച് ഒരു സാധനം വെച്ച് ഇങ്ങനെ പരിശോധിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരറ്റം ഡോക്ടറുടെ ചെവിയിലാണ് വെക്കുന്നത് അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ സമയത്ത് നമ്മളോട് പറയും ശ്വാസം എടുത്ത് വിടാനല്ലേ? എന്നിട്ട് വർത്തമാനം സംസാരിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഡോക്ടർ ചെവിയിലാണ് ശ്രദ്ധിക്കുന്നത് അല്ലേ? ആ ഉപകരണത്തിൻ്റെ പേരെന്താണ് നിങ്ങൾക്കറിയാമോ? ആർക്കെങ്കിലും അറിയാമോ ഉപകരണത്തിൻ്റെ പേരെന്താന്ന്? സ്റ്റെതസ്കോപ്പ് അല്ലേ? സ്റ്റെതസ്കോപ്പ്.
ഹൃദയമിടിപ്പ് പരിശോധിക്കാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. മനസ്സിലായ എല്ലാവർക്കും? ഇനിയും പൾസ് 2 വിധത്തിൽ നോക്കാം. ഒന്ന് റേഡിയൽ പൾസും 2 കരോട്ടിഡ് പൾസും. എന്താണ് റേഡിയൽ പൾസ്? നമ്മുടെ കൈക്കുഴയുടെ ഭാഗത്ത് പെരുവിരലിൻ്റെ താഴ്ഭാഗത്തായിട്ട് കൈക്കുഴയുടെ മധ്യത്തിൽ പെരുവിരലിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും അമർത്തി പിടിച്ചാൽ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ആ ശബ്ദമുണ്ട്, ഒരു ഇടിപ്പ് പോലത്തെ ശബ്ദമുണ്ടല്ലേ? ആ ശബ്ദമാണ് റേഡിയൽ പൾസായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അതാണ് റേഡിയൽ പൾസ് അല്ലേ? നമ്മൾ നമ്മുടെ വീട്ടിലോ പിന്നെ മറ്റംഗങ്ങളുടെയോ ഒക്കെ നമുക്ക് റേഡിയൽ പൾസ് നമുക്ക് വീട്ടിൽ തന്നെ നോക്കാം അല്ലേ? അപ്പോൾ കരോട്ടിഡ് പൾസ് എന്താണ്? നമ്മുടെ ശ്വാസനാളത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും അമർത്തി പിടിച്ച് നോക്കിയാൽ ഒരിടിപ്പ് അനുഭവപ്പെടും ഇല്ലേ? ഒരു ശബ്ദം. അപ്പോൾ ആ ശബ്ദമാണ് കരോട്ടിഡ് പൾസ് എന്ന്. ആ ശബ്ദത്തിനാണ് നമ്മൾ കരോട്ടിഡ് പൾസായിട്ട് കരുതപ്പെടുന്നത്. ഇപ്പോൾ റേഡിയൽ പൾസ് നോക്കുന്നതും കരോട്ടിഡ് പൾസ് നോക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണെന്ന്? അപ്പോൾ എല്ലാവരും ഇനി വീട്ടിൽ ചെന്നിട്ട് അവനവൻ്റെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളുടെയൊക്കെ പൾസ് നോക്കണം. അതായത് നിങ്ങളുടെ കൈ ചൂണ്ടുവിരലിലും നടുവിരലിലും വെച്ച് നിങ്ങൾക്ക് അവരുടെ പൾസ് നോക്കാം ഇല്ലേ? അപ്പോൾ 1 മിനിറ്റിൽ എത്രയാണെന്നും അതാ ഒരു ബുക്കിലോട്ട് അവനവൻ്റെ അംഗങ്ങളുടെ പേരെഴുതിയിട്ട് അത് രേഖപ്പെടുത്തണം. നോക്കിയത് ചെയ്തുകൊണ്ട് വരുമല്ലോ എല്ലാവരും? എളുപ്പമല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ പൾസ് എന്താണെന്നും റേഡിയൽ പൾസ് എന്താണെന്നും കരോട്ടിഡ് പൾസ് എന്താണെന്നൊക്കെ. ഓക്കെ. അപ്പോൾ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വഴി നമുക്കുണ്ടാകുന്ന വേറൊരു മാറ്റമാണ് നമ്മുടെ ശരീരോഷ്മാവ് വർദ്ധിക്കുന്നില്ലേ? ശരീരോഷ്മാവ് വർദ്ധിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നില്ലേ? അപ്പം നമ്മുടെ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ പേശികൾ പ്രവർത്തനക്ഷമമാകും. പേശികൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ താപോർജ്ജം പുറപ്പെടുവിക്കും. അതിൻ്റെ ഫലമായിട്ട് ചൂട് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നു. താപോർജ്ജം പുറപ്പെടുവിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടും. അപ്പോഴാണ് നമ്മുടെ ശരീരോഷ്മാവ് വർദ്ധിക്കുന്നത്. അപ്പോൾ മനസ്സിലായോ? സാധാരണ ഒരു മനുഷ്യത്തിൽ ശരീരോഷ്മാവ് എത്രയായിരിക്കും? 36.12 ഡിഗ്രി സെൽഷ്യസ്, 37.8 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? മനസ്സിലായോ? ഇനി ശരീരോഷ്മാവ് വർദ്ധിക്കുന്ന വേറെ എന്തെങ്കിലും ഇത് നിങ്ങളുടെ ശരീരം അനുഭവപ്പെട്ടിട്ടുണ്ടോ? കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ നമ്മുടെ ശരീരത്തിലെ ശരീരോഷ്മാവ് വർദ്ധിക്കുന്ന എന്തെങ്കിലും? എന്താണ്? പനി വരുമ്പോൾ ഇല്ലേ? മിടുക്ക്. പനി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നു അല്ലേ? അപ്പോൾ എന്താണ് ചെയ്യാറുള്ളത് അമ്മ? പറഞ്ഞേ. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നെറ്റിയിൽ തുണി നനച്ചിടും ഇല്ലേ? അതെന്തിനാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയാൻ വേണ്ടിയില്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നനഞ്ഞ തുണി നനച്ചിടുമ്പോൾ ചൂട് നമ്മുടെ ശരീരത്തിലെ ചൂട് കുറയുന്നു ഇല്ലേ? ഇപ്പം മനസ്സിലായില്ലേ? നമ്മുടെ ശരീരോഷ്മാവ് ശരീരോഷ്മാവ് അളക്കുന്നതിനുള്ള ഒരു ഉപകരണത്തിൻ്റെ പേരറിയാമോ? എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്നാൽ ടീച്ചർ പറയാം. തെർമോമീറ്റർ. എന്താണ്? തെർമോമീറ്റർ. ഇപ്പോൾ ശരീരോഷ്മാവ് വർദ്ധിക്കുന്നതിനെ പറ്റി മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ശരീരോഷ്മാവ് വർദ്ധിക്കുന്നതിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ 2 മാറ്റങ്ങളോട് സംഭവിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ്?
ഇനി പഠിക്കാനുള്ളത് തളർച്ച, കിതപ്പ് ഇല്ലേ? ഇനി തളർച്ച എങ്ങനെയാണ്, എപ്പോഴാണ് നമുക്ക് തളർച്ച ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര ഊർജം ലഭിക്കാതിരിക്കുക, ഓക്സിജൻ ലഭിക്കാതിരിക്കുക, വിയർപ്പിലൂടെ ജലാംശവും ലവണങ്ങളുടെയൊക്കെ അളവ് കുറയുക ഇല്ലേ? താപോർജ്ജത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നു. നമ്മുടെ പേശികൾ പ്രവർത്തിക്കുമ്പോൾ താപോർജ്ജം ഉണ്ടാകുന്നില്ലേ? അപ്പോൾ ചൂട് അനുഭവപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ തളർച്ച അനുഭവപ്പെടുന്നു. ഇപ്പം കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം തളരുന്നില്ലേ? ഒന്നുകൂടി ടീച്ചർ പറഞ്ഞുതരാം. എപ്പോഴാണ് തളർച്ച അനുഭവപ്പെടുന്നത്? ഊർജം ലഭിക്കാതിരിക്കുക, ഓക്സിജൻ ലഭിക്കാതിരിക്കുക, വിയർപ്പിലൂടെ ജലാംശം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുക, ലവണങ്ങളുടെ അളവ് കുറയുക, പിന്നെ പേശികളുടെ പ്രവർത്തന ഫലമായി താപോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുന്നു ഇല്ലേ? ആ ചൂട് അനുഭവപ്പെടുന്ന വഴി നമ്മുടെ ശരീരത്തിൽ തളർച്ച ഉണ്ടാകുന്നു. അപ്പം മനസ്സിലായോ തളർച്ച എന്താണ്? അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കായിക പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന വേറൊരു മാറ്റമാണ് കിതപ്പ് ഇല്ലേ? എല്ലാവർക്കും കിതപ്പ് അനുഭവപ്പെടാറുണ്ടോ? ഉണ്ടോ? എപ്പോഴാണ് കിതപ്പ് അനുഭവപ്പെടാറുള്ളത്? നമ്മൾ കൂടുതൽ ദൂരം ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിതപ്പ് അനുഭവപ്പെടും ഇല്ലേ? ഒന്ന് ഓടിക്കഴിയുമ്പോഴൊക്കെ നമുക്ക് കിതയ്ക്കും ഇല്ലേ? നമ്മുടെ പേശികൾക്ക് ഇനി എങ്ങനെയാണ് കിതപ്പ് അനുഭവപ്പെടുന്നത് നമുക്ക് പഠിക്കണ്ടേ? നമ്മൾ ശാരീരിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ പേശികൾക്ക് കൂടുതൽ ഊർജം ആവശ്യമായി വരുന്നു. ഈ ഊർജം നമ്മൾ ശ്വസിക്കുന്നതിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നുമൊക്കെ നമുക്ക് കിട്ടുന്ന ശ്വാസോച്ഛ്വാസത്തിലൂടെയാണ് നമുക്ക് ഈ ഊർജം ലഭിക്കുന്നത്. അപ്പോൾ ഈ ഊർജത്തിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾക്ക് ശ്വാസോച്ഛ്വാസ നിരക്കും വർദ്ധിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കിതപ്പ് അനുഭവപ്പെടുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. നമ്മൾക്ക് നമ്മുടെ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ പേശികൾക്ക് കൂടുതൽ ഊർജം ആവശ്യമായി വരുന്നു. ഈ ഊർജം നമ്മൾ ശ്വസിക്കുന്നതിൽ നിന്നും അന്തരീക്ഷവായുവിൽ നിന്നും പിന്നെ ശ്വാസോച്ഛ്വാസത്തിലൂടെയൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പം ശ്വാസനിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് തന്നെ നമ്മുടെ ഊർജത്തിൻ്റെ അളവും വർദ്ധിക്കുന്നില്ലേ? അപ്പം ഊർജത്തിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അപ്പം നമ്മുടെ ശ്വാസമെടുപ്പ് കൂടുന്നു. അങ്ങനെ ആണ് നമുക്ക് കിതപ്പ് നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ ഈ ഊർജ്ജം ആവശ്യമായി വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കൂടുതൽ ശ്വാസം എടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ശ്വാസത്തിൻ്റെ നിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ കിതപ്പ് അനുഭവപ്പെടാറുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ശരി, എന്നാൽ പഠിച്ച കാര്യങ്ങളെല്ലാം അന്നേരം മറക്കാതെ വീട്ടിൽ പോയി ചെയ്ത് ഹോംവർക്കുകളും ചെയ്ത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചറിനെ കാണിക്കണം.